വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് ഞാൻ ചെറുനാരങ്ങയെ കുറിച്ചുള്ള കുറച്ച് ടിപ്സ് ആണ് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചെറുനാരങ്ങ എങ്ങനെ നമുക്ക് കൂടുതൽ ദിവസം കേടാകാതെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചും ചെറുനാരങ്ങയുടെ കുറച്ച് ഉപയോഗങ്ങളുമാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചെറുനാരങ്ങയിൽ ചില അഴുക്കും മണ്ണും പൊടിയും ഒക്കെ കാണും. അത് നമ്മൾ മിക്കവാറും കഴുകാതെയൊക്കെ തന്നെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ അഴുക്കും പൊടിയും എല്ലാം മാറ്റിയതിന് ശേഷം ഒരു കിച്ചൺ ടവൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഒട്ടും ഈർപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തുടച്ചെടുക്കണം. നാരങ്ങയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം ഇത് ഫ്രഷ് ആയിട്ടിരിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കവർ ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് കവറിനകത്ത് ചെറുനാരങ്ങയെല്ലാം ഇട്ട് വയ്ക്കാം. ഇങ്ങനെ എല്ലാം നല്ല ടൈറ്റായിട്ട് ഇട്ട് വെച്ചിട്ട് ഒന്നുകിൽ റബ്ബർ ബാൻഡ് ഇട്ടോ നൂല് വെച്ചോ നമുക്കിത് നന്നായിട്ടൊന്ന് കെട്ടി സൂക്ഷിച്ച് വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ സൂക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ദിവസം ഇത് ഫ്രഷ് ആയിട്ട് വരും. ഇങ്ങനെ കവറുകളിലാക്കി നല്ല ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഒട്ടും എയർ കയറാത്ത രീതിയിലായിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടെ നമുക്കിത് ഫ്രഷ് ആയിട്ട് വയ്ക്കാം. അല്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും കണ്ടെയ്നറുകളിൽ ഇതുപോലെ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം അതിനകത്ത് അടുക്കി വെച്ച് നന്നായിട്ട് അടച്ചു വെച്ച് വേണമെങ്കിലും സൂക്ഷിക്കാം. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ ഉടനെ നമ്മൾ കട്ട് ചെയ്ത് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് ഫുള്ളും നമുക്ക് നീര് കിട്ടത്തില്ല. അല്ലാതെ തന്നെയും നമ്മൾ ഫ്രഷ് ആയിട്ട് ഉപയോഗിച്ച നാരങ്ങയാണെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് നീരെല്ലാം കിട്ടാനായിട്ട് ഓരോ നാരങ്ങ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കിച്ചൺ കൗണ്ടറിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ജ്യൂസ് എല്ലാം കുറച്ചും കൂടെ പെട്ടെന്ന് ഈസി ആയിട്ട് വരികയും ചെയ്യും. നമുക്ക് ഫുള്ളായിട്ട് എളുപ്പത്തിൽ എടുക്കാനായിട്ടും പറ്റും. ഇങ്ങനെ 2-3 മിനിറ്റ് ചെയ്തതിന് ശേഷം ജ്യൂസ് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ജ്യൂസ് എടുക്കാനായിട്ട് വേറൊരു ടിപ്പും കൂടെ ഉണ്ട്. അധികം ചൂടില്ലാത്ത ഇളം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് നാരങ്ങയെല്ലാം ഒരു 4-5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടും. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരുപാട് തിളച്ച വെള്ളത്തിനകത്ത് ഇട്ട് വെക്കരുത്. എന്നുവെച്ചാൽ ജ്യൂസിന് ടേസ്റ്റ് വ്യത്യാസം വരും. ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ 4-5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ നീര് കിട്ടും. ഇപ്പം ഞാൻ ലാസ്റ്റായിട്ട് പറഞ്ഞ 2 ടിപ്സ് ഉപയോഗിച്ച് നമ്മൾ സ്ക്വാഷ് തയ്യാറാക്കുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ജ്യൂസ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി എല്ലാവരും സ്ക്വാഷ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതിലേതെങ്കിലും ഒരു ടിപ്പ് ഫോളോ ചെയ്ത് നോക്കുക. നല്ല വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് നാരങ്ങ കട്ട് ചെയ്യുന്ന രീതിയാണ്. ഇത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും അറിഞ്ഞുകൂടാതെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ടാണെങ്കിൽ നാരങ്ങ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അധികം ജ്യൂസ് പുറത്ത് നഷ്ടമാകാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പം അധികം ജ്യൂസ് ഒന്നും നമുക്ക് പാഴായി കിട്ടിയിട്ടില്ല. ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അച്ചാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ രീതിയിൽ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ രീതിയിൽ എന്നിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നീര് കിട്ടും. നമ്മൾ നാരങ്ങ എപ്പോഴും പിഴിയാറുള്ള ഒന്നാണ്, ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടായാലും സ്ക്വാഷ് തയ്യാറാക്കാനായിട്ടായാലും. പക്ഷേ നാരങ്ങ നീര് നമ്മൾ സാധാരണ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ശക്തിക്ക് നമ്മൾ പിഴിഞ്ഞ് മൊത്തം നീരും കിട്ടണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരുപാട് ശക്തിക്ക് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നാരങ്ങ നീരിന് ചെറുതായിട്ടൊരു കയ്പ്പ് വരും. നമ്മുടെ സ്ക്വാഷിലും ജ്യൂസിലും എല്ലാം ഇത് കാണും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നാരങ്ങ വെള്ളത്തിലിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നീര് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അധികം ഇങ്ങനെ ശക്തി കൊടുത്ത് പിഴിയേണ്ടി വരത്തില്ല. ഈ നാരങ്ങ നീരിന് അധികം കയ്പും കാണത്തില്ല. ജ്യൂസ് ഉണ്ടാക്കാനായാലും സ്ക്വാഷ് ഉണ്ടാക്കാനായാലും നമ്മൾ നാരങ്ങ നീര് എടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ തയ്യാറാക്കുന്നതാണെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞോ അരമണിക്കൂർ കഴിഞ്ഞോ ആണ് നമ്മളിത് തയ്യാറാക്കുന്നതെങ്കിൽ നാരങ്ങ നീര് ഉടനെ തന്നെ ഒരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ വല്ലതും ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ സിട്രിക് ആസിഡ് എവോപ്പറേറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജ്യൂസിൻ്റെ ആ ഒരു പുളിയും അതിൻ്റെ സ്വാദും അതിൻ്റെ ഗുണമെല്ലാം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്.
ഇല്ല എങ്കിൽ നമ്മളെല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ട് അവസാനം മാത്രം നാരങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാരങ്ങയുടെ തോട് കൊണ്ടും നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മൾ സ്ഥിരം ഇറച്ചിയും മീനും എല്ലാം വീട്ടിൽ ക്ലീൻ ചെയ്യാറുണ്ട്. അത് എത്ര തന്നെ നമ്മൾ സോപ്പിട്ട് ക്ലീൻ ചെയ്താലും കയ്യിൽ ഒരു ഉളുമ്പ് മണം മാറിക്കിട്ടാനായിട്ട് ഒരുപാട് സമയം പിടിക്കും. നമ്മൾ വെളിച്ചെണ്ണ എല്ലാം തേച്ച് വെച്ചാലും ചിലപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞായിരിക്കും ആ സ്മെല്ല് മാറുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ നാരങ്ങ പിഴിഞ്ഞെടുത്ത തോട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ കയ്യിൽ എല്ലാ വശത്തും ആ തോട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് ഒന്നുകൂടെ സോപ്പിട്ട് കഴുകുകയാണെങ്കിൽ ആ സ്മെല്ല് നമുക്ക് നന്നായിട്ട് മാറിക്കിട്ടും. നമ്മൾ സ്ഥിരം വെയിലത്തൊക്കെ പുറത്തു പോയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിലും മുഖത്തുമൊക്കെ ചെറുതായിട്ടൊരു കറുത്ത പാട് വരും. അത് മാറാനായിട്ട് നമ്മൾ പുറത്തു പോയിട്ട് വന്നതിന് ശേഷം കൈയെല്ലാം നന്നായിട്ട് സോപ്പിട്ട് കഴുകാം. കഴുകിയിട്ട് ഈ നാരങ്ങയുടെ തോട് വെച്ച് നന്നായിട്ട് റബ്ബ് ചെയ്ത് കളയുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഈ വെയിൽ കൊണ്ടുണ്ടാകുന്ന കരിവാളിപ്പ് മാറിക്കിട്ടാനായിട്ട് സഹായിക്കും. മുഖത്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. മുഖത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ലൈം ജ്യൂസ് തന്നെ ഉപയോഗിക്കാം. കയ്യിലും കാലിലും ഒക്കെ വേണമെങ്കിൽ നമുക്കിതുപോലെ നാരങ്ങയുടെ തോട് ഉപയോഗിച്ചാൽ മതിയാകും. ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രീസറിൽ സ്ഥിരമായിട്ടും നോൺ വെജ് ഐറ്റംസും പാലും എല്ലാം വെക്കാറുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഒരു ചെറിയ സ്മെല്ല് വരാറുണ്ട്. ഈ സ്മെല്ല് മാറാനായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ നാരങ്ങാത്തോട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ സ്മെല്ല് കുറേയൊക്കെ നാരങ്ങയുടെ തോട് വലിച്ചെടുക്കും. നല്ലൊരു ടിപ്പാണ്. ഉപയോഗിച്ച് കഴിഞ്ഞ് നാരങ്ങാത്തോട് വെച്ചാലും ഇതേ ഗുണം നമുക്ക് കിട്ടും. ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ കട്ട് ചെയ്ത് വേണമെങ്കിലും ഒരു പീസ് വെക്കാം. അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള നാരങ്ങയിൽ 1-2 ഹോള് ചെറുതായിട്ടുണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും വയ്ക്കാവുന്നതാണ്. നമ്മൾ കുക്കിങ്ങിനായിട്ട് ഒരുപാട് തരത്തിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അലുമിനിയം ഉപയോഗിക്കാറുണ്ട്, നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും കുക്കറെല്ലാം അലുമിനിയത്തിലുള്ളതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത പാടുകൾ കുറേ സമയം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. ഇത് നമ്മൾ എത്ര തന്നെ തേച്ച് കഴുകി വൃത്തിയാക്കിയാലും ഇത് മാറിക്കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് നന്നായിട്ട് കഴുകിയാൽ മാത്രമേ ഇത് മാറത്തുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പാത്രം ആദ്യം നന്നായിട്ട് സോപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴുകിയതിന് ശേഷം ഒരു നാരങ്ങാത്തോടും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം അതെടുത്ത് കളഞ്ഞിട്ട് ഒന്നുകൂടെ സോപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും. നാരങ്ങയെക്കുറിച്ച് ഉപയോഗപ്രദമായ കുറച്ച് ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ഇതെല്ലാവർക്കും പ്രയോജനകരമാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള കമൻസ് എനിക്ക് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.